ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഈ വീഡിയോയിൽ നമ്മൾ 4 മെയിൻ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ, ദ മിസ്ചീഫ് റൂൾ, ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് ഈ ഓരോ റൂൾസും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. പ്ലെയിൻ മീനിങ് റൂൾ എന്ന പേരിലും ഈ റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിലെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഈ റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. This rule says that the words that have been used in a statute are to be given a natural or ordinary meaning. ഈ റൂൾ എന്താണ് പറയുന്നത്? നമ്മൾ സ്റ്റാറ്റ്യൂട്ട്സിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വാക്കിനും നാച്ചുറൽ മീനിങ്, അതായത് സാധാരണ മീനിങ് അതല്ലെങ്കിൽ ഓർഡിനറി മീനിങ് ആണ് കൊടുക്കേണ്ടത് എന്നാണ് ഈ റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. This rule explains what the law is saying, not what the law means. ഈ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ലോ എന്താണ് പറയുന്നത് എന്നാണ് ഈ റൂള് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതല്ലാണ്ട് ലോന്റെ പിന്നിലുള്ള ആക്ച്വൽ മീനിങ്ങിനെ അല്ല ഈ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. If the meaning is clear, then it should be applied even though the intention of the legislature is different. നമുക്ക് ഒരു ലോന്റെ അർത്ഥം ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ നമ്മൾ ആ ലോ അവിടെ അപ്ലൈ ചെയ്യണം. നമ്മൾ ആ സമയത്ത് ലെജിസ്ലേച്ചറിന്റെ ഇന്റൻഷൻ ഡിഫറെന്റ് ആണ്, അതിനൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതായത് ലെജിസ്ലേച്ചറിന്റെ ഇന്റൻഷൻ എന്തോ ആയിക്കോട്ടെ, ലോന്റെ അർത്ഥം നമുക്ക് ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ നമ്മൾ ആ ലോ അപ്ലൈ ചെയ്യണം എന്നാണ് ഈ റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. So, according to this rule, the only duty of the court is to give the ordinary meaning of statute as it is, and there is no need to look into the consequences which may arise. So, ഈ ഒരു റൂൾ പ്രകാരം എന്താണ് പറയുന്നത്? കോടതിയുടെ ഏക ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിന് ഒരു ഓർഡിനറി മീനിങ് കൊടുക്കുക എന്ന് മാത്രമാണ്. അതല്ലാണ്ട് ഈ ഓർഡിനറി മീനിങ് മനസ്സിലാക്കി നമ്മൾ ഈ ലോ അപ്ലൈ ചെയ്തതിന് ശേഷം ഭാവിയിൽ വരാൻ പോകുന്ന കോൺസിക്വൻസസിനെ പറ്റിയിട്ട് കോടതി ചിന്തിക്കേണ്ടതേ ഇല്ല എന്നാണ് ഈ റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. സോ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, whatever may be the intention that the legislature had while making a provision, as it was expressed in words, thus it must be interpreted according to the grammar. അതായത് ഒരു പ്രൊവിഷൻ അതല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ലെജിസ്ലേച്ചറിന്റെ ഇന്റൻഷൻ എന്തോ ആയിക്കോട്ടെ, ആ ലെജിസ്ലേച്ചർ ആ ഒരു പ്രൊവിഷനെ എക്സ്പ്രസ് ചെയ്തത് വാക്കുകൾ ഉപയോഗിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഗ്രാമറിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതല്ലാണ്ട് ലെജിസ്ലേച്ചറിന് പിന്നിലുള്ള ഇന്റൻഷനെ അല്ല. സോ ഈ റൂൾ ഓഫ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാറ്റ്യൂട്ടിന്റെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഗ്രാമറിനെയാണ്, അതല്ലാണ്ട് അതുണ്ടാക്കിയ സമയത്ത് ലെജിസ്ലേച്ചറിന് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇന്റൻഷനെ അല്ല. അടുത്തതായി നമ്മൾ നോക്കുന്നത് മിസ്ചീഫ് റൂൾ ആണ്. Mischief rule is also called as rule of purposive construction. Rule of purposive construction എന്ന പേരിലും mischief rule അറിയപ്പെടുന്നുണ്ട്. Because the purpose or use behind the statute is most important while applying this rule. ഈ ഒരു purposive construction rule എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റ്യൂട്ടിന്റെ പിന്നിലുള്ള പേർപ്പസിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. Purpose of rule is to suppress mischief and advance the remedy. മിസ്ചീഫിനെ സപ്രസ് ചെയ്തുകൊണ്ട് ആ മിസ്ചീഫ് മറികടക്കാനുള്ള റെമഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ റൂളിന്റെ പിന്നിലുള്ള പർപ്പസ്. ഇവിടെ മിസ്ചീഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മിസ്യൂസിങ് ദ പ്രൊവിഷൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്.
The focus behind this rule is curing mischief. മിസ്ചീഫിനെ ക്യൂർ ചെയ്യുക അല്ലെങ്കിൽ മിസ്ചീഫിനെ ഭേദപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു മിസ്ചീഫ് റൂളിന്റെ ഫോക്കസ്. The mischief rule was originated from Hayden's case. Hayden's case എന്ന കേസിൽ നിന്നാണ് ഈ ഒരു മിസ്ചീഫ് റൂൾ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. According to Hayden's case, there are 4 things that have to be followed for true and sure interpretation. ഹെയ്ഡൻസ് കേസ് പ്രകാരം 4 കാര്യങ്ങളാണ് ഒരു ട്രൂ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് വാസ് ദ കോമൺ ലോ ബിഫോർ മേക്കിംഗ് ആൻ ആക്ട്. ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ഏത് കോമൺ ലോ ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. രണ്ടാമത് വാട്ട് വാസ് ദ മിസ്ചീഫ് ഫോർ വിച്ച് ദ പ്രസന്റ് സ്റ്റാറ്റ്യൂട്ട് വാസ് എനാക്റ്റഡ്. എന്ത് മിസ്ചീഫ് കാരണം ആണ് പുതിയ അറ്റ് പ്രസന്റ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. അതായത് എന്ത് മിസ്ചീഫ് കാരണമാണ് അറ്റ് പ്രസന്റ് പുതിയ ഒരു സ്റ്റാറ്റ്യൂട്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാമതായിട്ട് വാട്ട് റെമഡി ഡിഡ് പാർലമെന്റ് സോട്ട് ഫോർ ഓർ ഹാഡ് റിസോൾവ് ആൻഡ് അപ്പോയിന്റഡ് ടു ക്യൂർ ദ ഡിസീസ് ഓഫ് കോമൺവെൽത്ത്. ഈ മിസ്ചീഫിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് റെമഡിയാണ് പാർലമെന്റ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് ദ ട്രൂ റീസൺ ഓഫ് ദ റെമഡി. പാർലമെന്റ് ഒരു പർട്ടിക്കുലർ റെമഡി ചൂസ് ചെയ്തതിന്റെ പിന്നിലുള്ള ട്രൂ റീസൺ, കറക്റ്റ് ആയിട്ടുള്ള കാരണം എന്താണ് എന്നാണ് നാലാമതായിട്ട് പറയുന്നത്. മിസ്ചീഫ് റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിസ്ചീഫിനെ കുറച്ചുകൊണ്ട് നമ്മൾ ആ മിസ്ചീഫിനെ മറികടക്കാനുള്ള റെമഡി കണ്ടെത്തുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇറ്റ് സോൾവ്സ് ഓൾ പ്രോബ്ലംസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, thus ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗോൾഡൻ റൂൾ. ഈ റൂൾ ഇന്റർപ്രിട്ടേഷന്റെ എല്ലാ പ്രോബ്ലംസിനെയും ക്യൂർ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു റൂളിന് ഗോൾഡൻ റൂൾ എന്ന പേര് വന്നിട്ടുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ലിറ്ററൽ റൂള് അപ്ലൈ ചെയ്തിട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്തി എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ മൂലം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻജസ്റ്റിസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹാർഡ്ഷിപ്പോ ആംബിഗ്വിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു ലിറ്ററൽ മീനിങ്ങിനെ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം? That must be done in such a way that the purpose of legislation is satisfied. ലെജിസ്ലേഷന്റെ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പിന്നെ നമ്മൾ ആ ഒരു ലോനെ ഇന്റർപ്രറ്റ് ചെയ്യണം. Any interpretation which may lead to unintended object shall be rejected. നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ഒബ്ജക്ട്സിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ഇന്റർപ്രിട്ടേഷനും നമ്മൾ റിജക്റ്റ് ചെയ്യണം. അതാണ് ഈ ഗോൾഡൻ റൂള് പറയുന്നത്. When there is absurdity while interpreting any portion of a statute, the golden rule works. അതായത് ഏതെങ്കിലും ഒരു ലോ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത സമയത്ത് അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കാര്യങ്ങളാണ് റിസൾട്ട് ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഒരു ഗോൾഡൻ റൂളിന്റെ ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഗോൾഡൻ റൂള് വർക്ക് ചെയ്യുന്നത്. This rule respects and considers the words of Parliament and allows judges to use the most sensible meaning. ഈ റൂൾ അതായത് ഗോൾഡൻ റൂൾ നമ്മുടെ പാർലമെന്റിന്റെ വാക്കുകളെ കൺസിഡർ ചെയ്യുകയും അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജഡ്ജസിന് ഏറ്റവും സെൻസിബിൾ മീനിങ് ആയിട്ട് എന്താണ് ജഡ്ജസിന് തോന്നുന്നത് അത് ഫോളോ ചെയ്യാൻ ജഡ്ജസിനെ അലോ ചെയ്യുകയും ഈ ഒരു ഗോൾഡൻ റൂള് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഗോൾഡൻ റൂളിൽ പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ റൂളാണ്. This rule is adopted when there is conflict between 2 or more statutes or 2 or more parts of the statute. രണ്ടോ അതിൽ കൂടുതലോ സ്റ്റാറ്റ്യൂട്ട്സ് തമ്മിലോ അതല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടിലെ തന്നെ 2 പാർട്സ് തമ്മിലോ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന റൂള് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. In such a situation, if possible, the court will try to construe the provisions in such a manner as to give effect to both the provisions by maintaining harmony between the two. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കോടതിക്ക് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും? ഈ 2 പ്രൊവിഷൻസിന്റെ ഇടയിലും ഒരു ഐക്യം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഈ ഒരു 2 പ്രൊവിഷൻസിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നോക്കും.
അതാണ് ഈ ഒരു സിറ്റുവേഷനിൽ കോർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. പിന്നെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.